ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആദിൽ ഉമ്മർ. ഞാൻ വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പം ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്ന ടോപ്പിക് എന്ന് വെച്ചാൽ കുട്ടികളുണ്ടാവണ മൂക്കടപ്പ്. അപ്പോൾ കുട്ടികളുടെ മൂക്കടപ്പ് അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് മൂക്കിലെ ദശ, അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി. അപ്പം ഈ എന്താ വെച്ചാൽ അഡിനോയിഡ് വെച്ചാൽ എല്ലാ കുട്ടികളിലും കാണുന്ന ഒരു സാധാരണ ഗ്രന്ഥിയാണ്. പക്ഷേ പ്രായം കഴിയുന്തോറും കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ കാരണം ഈ അഡിനോയിഡിന്റെ അളവിന്റെ സൈസ് ക്രമാതീതമായി കൂടുകയും ഇതിനെ സംബന്ധിച്ച് കുട്ടിക്ക് മൂക്കടപ്പ് ഉണ്ടാവുകയും ചെയ്യുന്ന അസുഖത്തെയാണ് നമ്മൾ ക്രോണിക് അഡിനോയിഡ് ഹൈപ്പർട്രോഫി പറയുന്നത്. അപ്പം ഇതിന്റെ മെയിൻ കുറെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ വെച്ചാൽ മൂക്കടപ്പ് ഉണ്ടാവും, പിന്നെ ജലദോഷം വിട്ടുമാറുന്ന ജലദോഷം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരും. അതായത് ഈ മൂക്കിൽ നിന്ന് ഈ പഴുപ്പ് നമ്മുടെ വായിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ടോൺസിലേക്ക് ഇൻഫെക്ട് ചെയ്ത് ടോൺസിലിന്റെ സൈസും കൂടുന്നതാണ്. പിന്നെ കുട്ടികൾ സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഒന്ന് ചെവി അടപ്പ്. ഇതിന് കാരണം എന്താ വെച്ചാൽ, നമ്മളെ മൂക്കിന്ന് ചെവിയിലേക്ക് ഒരു ട്യൂബ് ഉണ്ട്. അപ്പം നമ്മുടെ മൂക്കിന്ന് ഈ ദശന്റെ അവിടെ നീര് വന്നിട്ട് ചെവി വന്ന് ബ്ലോക്ക് ആയി നിൽക്കും. ഇതൊരു വലിയൊരു ഫാക്ടറായിട്ട് ഇപ്പൊ കുട്ടികൾ ചെവി വേദനയും ചെവി അടപ്പും പറയാറുണ്ട്. പല കുട്ടികളും കേൾവിക്കുറവായിട്ടും വരാറുണ്ട്. അപ്പോൾ ഏറ്റവും കോമൺ ആയി പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ തന്നെ പറയും കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിക്കലുണ്ടെന്ന്. അപ്പം അതൊരു ലക്ഷണമാണ്. പിന്നെ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്നതാണ് കുട്ടികളിൽ അമിതമായ കൂർക്കം വലി, വായ തുറന്നിട്ട് കിടക്കല്. അപ്പം ഒരു കുട്ടിക്ക് സാധാരണ ഒരു മനുഷ്യന് വെച്ചാൽ അയാൾക്ക് അധികവും നമ്മൾ ശ്വാസം വലിക്കാൻ യൂസ് ചെയ്യുന്നത് മൂക്കാണ്. ഈ മൂക്കൊണ്ട് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മൾ ശ്വാസം വലിക്കാറുള്ളൂ. അതായത് നമ്മൾ കിതക്കുക, സ്റ്റെപ്പ് കയറുക, ഇങ്ങനത്തെ അവസരങ്ങളിൽ മാത്രം നമ്മൾ വായു യൂസ് ചെയ്യുക. പക്ഷേ ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാവുന്ന കുട്ടികളിൽ എങ്ങനെ സംഭവിക്കുക വെച്ചാൽ, കുട്ടികൾക്ക് അധികം അവർക്ക് മൂക്കൂടെ ശ്വാസം വലിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരധികം വായിക്കൂടെ ശ്വാസം വലിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു മൂക്കിൽ കൂടെ വലിക്കുമ്പോൾ വായിക്കൂടെ ഉണ്ടാകുമ്പോൾ തുടരെ ഇൻഫെക്ഷൻസും പല കാരണങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉടനെ നമ്മൾ കുട്ടിക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് മൂക്കടപ്പ്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, പനി വരിക, കൂർക്കം വലി ഉണ്ടാവുക, പിന്നെ വായ തുറന്ന് കിടക്കുക, ചെവിവേദന ഉണ്ടാവുക, തൊണ്ടവേദന, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ അടുത്തുള്ള ഒരു ഡോക്ടറായിട്ട് ബന്ധപ്പെടുക. നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് ഇത് എത്രത്തോളം, ഇപ്പൊ ദശയാണെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദശയുടെ അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയുണ്ട്. നമ്മൾ ഇതിൽ ചെറിയ രീതിയിലാണ് ഈ ദശ എന്നാണെങ്കിൽ നമുക്കത് മരുന്ന് കൊണ്ടും സ്പ്രേ കൊണ്ടും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ദശയുടെ അളവ് ക്രമാതീതമായി കൂടി മൂക്കിന്റെ ഒരു നോർമൽ ഫ്ലോനെ ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ വലിപ്പമുണ്ടെന്നാണെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യണം പറയാറ്. ഇങ്ങനത്തെ കേസിലും നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നീക്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ടേവിംഗ് ടെക്നിക്ക്, അതായത് നമ്മൾ ഡിബ്രൈഡിങ് പറയും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോബ്ലേറ്റർ ടെക്നിക്ക്. ഈ കോബ്ലേറ്റർ എന്താ വെച്ചാൽ, നമ്മളെ ഒരു പ്ലാസ്മ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ആ ദശയെ നമ്മൾ അരിയിച്ച് കളയുക ചെയ്യുന്നത്. ഇത് വളരെ പെയിൻലെസ് ആയ, തീരെ പെയിൻ ഇല്ലാതെ ഒരു സെയിം ഡേയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്. അപ്പം നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പം ഇപ്പോഴത്തെ എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റെതായ ചികിത്സകളും പ്രതിവിധികളും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ അഡിനോയിഡോ അല്ലെങ്കിൽ ഏതൊരു അസുഖമായാലും ആദ്യം തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ മാറ്റാവുന്നുള്ളൂ. പക്ഷെ എത്രത്തോളം നമ്മൾ വൈകുന്നോ, എത്രത്തോളം നമ്മൾ കുട്ടിയുടെ ഈ അസുഖം നമ്മൾ മനസ്സിലാക്കാൻ വൈകുന്നോ, അത്രത്തോളം ലേറ്റ് ആവും. അത്രത്തോളം ട്രീറ്റ്മെന്റിന് മരുന്നിൽ നിൽക്കാതെ നമ്മൾ ബാക്കി പല ഓപ്ഷൻസ് നോക്കേണ്ടതാണ്. അപ്പം പറയാനുള്ളത് വെച്ചാൽ, മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ അസുഖങ്ങൾ, രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് ഒരു ഡോക്ടർ അത് കണ്ട് അതിന്റെ അസിസ്റ്റൻസ് സ്വീകരിച്ച് അതിന്റെ യഥാവിധി ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്യൂർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം താങ്ക് യു.